ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് ഡി പൈലറ്റിൻ്റെ സ്വന്തം സീറോ ബസ്സാണ്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോക്കകത്ത്. സോ വെൽക്കം ബാക്ക്. അപ്പം ഹായ്, ഹലോ ബ്രോ, വെൽക്കം. താങ്ക് യു. നമ്മുടെ സീറോയുടെ ഓണറാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും നമ്മുടെ ഓഡിയൻസിന് വേണ്ടി. ഇൻട്രൊഡക്ഷൻ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ പേരാണോ അതോ വണ്ടിയുടെ പേരും ബ്രോ എന്താ ചെയ്യുന്നത്? ഓക്കെ, അപ്പം എൻ്റെ പേര് അനന്തു എന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഡി പൈലറ്റ് എന്നാണ് പേര്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേര് എല്ലാവർക്കും അറിയായിരിക്കും, സീറോ എന്നാണ്. അപ്പോൾ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഒരു ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ബസ് ഉണ്ട്. സീറോ എക്സ്പെഡീഷൻ ആണ് നമ്മുടെ വണ്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് അക്കാഡമി ഉണ്ട്, ചെറിയ ചെറിയ ഓരോരോ പരിപാടികളൊക്കെ. നമ്മളെല്ലാം എന്ത് റിലേറ്റഡ് നോക്കി കഴിഞ്ഞാലും ഓട്ടോമോട്ടീവ് റിലേറ്റഡ് തന്നെയാണ്. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ആദ്യം എങ്ങനെയാണ് ക്രേസ് തുടങ്ങി? ബൈക്കിൽ നിന്ന് കാറിലേക്കായിരുന്നു അതോ കാറിൽ നിന്ന് ബസ്സിലേക്കായിരുന്നു? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു? അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം ആദ്യം മറ്റേ ഉന്തുവണ്ടി തള്ളി കിടക്കുന്ന സെറ്റപ്പ് ആണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് കുഞ്ഞിലെ തൊട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ബസ് എന്ന് എല്ലാവരും പറയുന്ന പോലെ എല്ലാവർക്കും ഉള്ള എല്ലാ വണ്ടി ഭ്രാന്തന്മാർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് ഒരു ബസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പണ്ട് ഇപ്പം ആദ്യം എല്ലാവർക്കും എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ആദ്യം ബൈക്കിലാണ് വർക്കുകളാണെന്നുണ്ടെങ്കിലും കസ്റ്റമൈസേഷനും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബൈക്കിൻ്റെ വർക്ക് നമ്മളിങ്ങനെ പോയി അതിൽ നമ്മൾ അത്യാവശ്യം നല്ലപോലെ വർക്കൗട്ട് ചെയ്തു. നമ്മൾ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ നമ്മൾ ഓരോ വർക്കുകൾ ചെയ്ത് ഇറക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞാണ് പയ്യെ ഈ കാറിൻ്റെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കാരണം നമ്മൾ കുവൈറ്റിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് കുറേ ഡൗൺഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ ഉണ്ട്. അതെല്ലാവരുടെ ലൈഫിലും ഒരു അപ്പ് ആൻഡ് ഡൗൺ കാണുമല്ലോ. ആ ഒരു സാധനം വന്നാലേ നമുക്കൊരു എന്താ പറയാ ഒരു എന്തെങ്കിലും നേടാനുള്ള ഒരു എനർജി കിട്ടത്തുള്ളൂ. അങ്ങനെ നേടിയെടുത്തൊരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ പോലെ അച്ഛനൊരു ട്രാവലർ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ ഡൗൺ ആയി. നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ നമ്മുടെ ഉള്ള സമ്പാദ്യവും കാര്യങ്ങളും ഇപ്പോൾ വീട് വരെ വിൽക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോയപ്പം അച്ഛൻ ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയായിരുന്നു ഇപ്പോൾ നമ്മുടെ ട്രാവലർ എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛനും ഇതേപോലെ തന്നെ 2-3 ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പം എല്ലാം 17 സീറ്റ് ഒരു ട്രാവലർ ഉണ്ടായിരുന്നു. ബ്രീസ് ട്രാവൽസ് എന്നായിരുന്നു വണ്ടിയുടെ പേര്. അപ്പോൾ അതൊരു പോയിന്റിൽ വിൽക്കേണ്ടി വന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും നമ്മൾ രക്ഷപ്പെടുന്ന ഒരു ടൈമിൽ ഒരു ട്രാവലർ എടുക്കണം, ഇല്ല അച്ഛനൊരു ട്രാവലർ എടുക്കണം, ഇല്ല നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വേണം, പോയ ഒരു സാധനം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ക്രേസ് ഉള്ള ആളാണ് എനിക്ക് പേഴ്സണലി. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതല്ല. ഇപ്പം എനിക്കൊരു സിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ സിറ്റി ഞാൻ വിറ്റു. സിറ്റി വിറ്റിട്ട് ഇപ്പോൾ നമ്മൾ BM എടുത്തു. തിരിച്ചു വന്നപ്പോൾ നമ്മൾ BM എടുത്തു. ഇപ്പോൾ ട്രാവലർ പോയി, ബസ് എടുത്തു. എൻ്റെ കയ്യിൽ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, ആ ബ്രാൻഡ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. തിരിച്ച് XD എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാൻഡ് നമ്മൾ കൊണ്ടുവന്നു. അപ്പം അങ്ങനെ ഈ പോയ സാധനങ്ങളെല്ലാം ഇങ്ങനെ തിരിച്ചു പിടിക്കണം എന്ന് ഭയങ്കര ഒരു ഞാനൊരു ഗെയിം പോലെ കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു സാധനം ഭയങ്കര ക്രേസാണ്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പം ട്രാവലർ എടുക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ അതെങ്ങനെയൊക്കെയോ മാറി ബസ്സിലേക്ക് എത്തി. അങ്ങനെ നമ്മളൊരു സെക്കൻഡ് ബസ് എടുത്തു. ബസ്സിനോട് പാഷനൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മള് അറിയാലോ വണ്ടി ഭ്രാന്തന്മാരാണ്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ബസ് ഒരു വേറൊരു യൂണിവേഴ്സ് ആണ്. ബസ് എന്ന് പറയുന്നത് വേറൊരു യൂണിവേഴ്സ് ആണ്. ആദ്യം വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ബസ്സിനെ പറ്റി അത്രയും ലിമിറ്റഡ് നോളജ് മാത്രമേ ഉള്ളൂ. അപ്പം എന്റെ ലിമിറ്റഡ് നോളജ് എന്ന് പറഞ്ഞാൽ കാറിനകത്താണ് എന്റെ ലോകം അങ്ങനെ ഇരിക്കുന്നത്. അതിൽ നിന്ന് ബസ്സിലേക്ക് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ബസ് ഇഷ്ടമല്ലെന്നല്ല, പക്ഷെ അങ്ങോട്ട് ഇൻ ഡെപ്ത് നോക്കുവാണെങ്കിൽ എനിക്ക് അറിയത്തില്ലായിരിക്കും. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ബസ് ചെറുപ്പം തൊട്ട് ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഇപ്പം കോമൺ ആയിട്ട് ഇപ്പം നമ്മുടെ റീലാണേലും ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു എല്ലാ ഇപ്പം നോക്കിയാൽ അതിപ്പോൾ ഈ കറണ്ട്ലി കുറച്ച് നാളായിട്ട് ഇപ്പം എല്ലാവർക്കും ഒരു ബിസിനസ് ഉണ്ടാവും. എല്ലാവരും ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഞാനാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഡീറ്റെയിൽ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫീൽഡ് ഇതായതുകൊണ്ട് തന്നെ ബസ്സിലേക്ക് വന്നു. ഇപ്പം നമ്മുടെ ശിവ AR ശിവ ഓൾറെഡി കാറിൻ്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ ബസ് എടുത്തു. അപ്പൊ ഞങ്ങള് ഈ പറയുന്ന നമ്മൾ ഈ ഫീൽഡിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരാണ്. അതെ, ആ ഒരു സർക്കിളിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കറങ്ങി തിരിഞ്ഞ് ഏറ്റവും വലിയൊരു ഡ്രീം ഇതിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സെഗ്മെന്റ് ഇങ്ങനെ ഇപ്പോൾ ഒരു BM എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതെടുത്തു. ഇങ്ങനെ ഓരോന്ന് സെഗ്മെന്റിലേക്ക് എത്തി ലാസ്റ്റ് എല്ലാ വണ്ടി ഭ്രാന്തന്മാരും എത്തിച്ചെല്ലുന്ന ഒരു സ്ഥലം ഇതാണ്. അത് എല്ലാവരുടെയും കുഞ്ഞിലോട്ടുള്ള ഒരു ആഗ്രഹം. സത്യം പറഞ്ഞാൽ അതാണ് എല്ലാവർക്കും. ഇപ്പം പല ടൂറിന് പോകുമ്പോഴാണെങ്കിലും അതൊരു വേറെ ഈ പറഞ്ഞ പോലെ വേറൊരു യൂണിവേഴ്സ് ആണ് ആ ഒരു സംഭവം. അപ്പോൾ ഇതിനെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാനും റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് സമയത്ത് ഞാൻ ആദ്യം തൊട്ട് അപ്രോച്ച് ചെയ്തത് ബ്രോയെ തന്നെയാണ്. എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യണം, ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പം ഇതിന്റെ ഒരു വേറെ എമൗണ്ട് ഓഫ് ഓഡിയൻസ് നല്ല രീതിയിൽ ഇതിനെ നോക്കി നിൽക്കുന്നു. എനിക്ക്
DMs-നകത്ത് വരാറുണ്ട്, ബസ് ചെയ്യേ 0 ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടംപോലെ DMs വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഓൾറെഡി എന്നെ വിളിച്ചപ്പോഴാണെങ്കിലും അതാ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോ നമ്മൾ കുറച്ചായി ഇതിനെ പറ്റി ഒന്ന് പ്ലാൻ ചെയ്തപ്പോ വണ്ടി ഫ്രീ ആവുന്നില്ല. അപ്പൊ ഇന്നാണെങ്കിലും ഇപ്പൊ രാവിലെ 8 മണിയായപ്പോ തൊട്ട് വന്നിരിക്കാൻ തുടങ്ങി. നമ്മള് വണ്ടി രാവിലെ 6 മണിയാകുമ്പോൾ വരുമെന്ന് പ്ലാൻ ചെയ്താണ്. പക്ഷെ ഓട്ടം കഴിഞ്ഞ് വണ്ടി എത്തിയപ്പോൾ ഇപ്പോഴാണ് ഏകദേശം ഇപ്പൊ നമുക്ക് സമയം 3:30 ഇപ്പോഴാണ്. ഇനി വൈകിട്ട് വണ്ടിക്ക് പിന്നെ ഓട്ടം ഉണ്ട്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ വരുന്നു, ഷൂട്ട് എടുക്കുന്നു, പോകുന്നു, വണ്ടി വൈകിട്ട് ഓട്ടം പോകുന്നു എന്നുള്ള സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ പ്ലാൻ ഫുള്ള് മാറി. ചെറിയൊരു വണ്ടി പോലെ അല്ലല്ലോ, ഓടി എത്തണ്ടേ. അതെ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വെളിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു, കുറച്ചൊക്കെ ഷോപ്പിലൊക്കെ കറങ്ങി നടന്നു. അപ്പൊ അങ്ങനെ വണ്ടി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പൊ മാറിക്കൊണ്ടിരുന്നത്. വണ്ടി എടുക്കുന്നത് നമ്മൾ 2024 വണ്ടി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് മുന്നേ ഇത് ഫസ്റ്റ് വണ്ടി അല്ലായിരുന്നു? അല്ലല്ല, ഇതിന് മുന്നേ ഒരു വണ്ടി ഉണ്ടായിരുന്നു നമുക്ക്, വേഗയായിരുന്നു ഫസ്റ്റ് നമ്മൾ എടുത്തത്, ഒരു 2018 മോഡൽ വണ്ടി. അതെടുത്ത് അത്യാവശ്യം ഇപ്പൊ ആദ്യം നമുക്കിത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ബസ് എടുക്കാനുള്ള ഒരു പ്ലാൻ. ഇത് ഇപ്പോഴും എനിക്കിതൊരു സ്വപ്നം പോലെയാ. ഇത് ഇങ്ങനെ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങളല്ലാതെ ഇത് നേടിയെടുക്കാൻ പറ്റുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ച കാര്യങ്ങളല്ല. പക്ഷെ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വന്നു. അപ്പം ആദ്യം നമ്മൾ സെഡോൺ എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ സെഡോൺ ഓരോ ബോഡി ടൈപ്പാണ്. അപ്പം സെഡോൺ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ സെഡോൺ എടുക്കാനായിട്ടുള്ള ബഡ്ജറ്റ് നോക്കിയപ്പോൾ നമ്മളെ കൊണ്ട് അത് താങ്ങത്തില്ല. അത്യാവശ്യം സെക്കൻഡ് വണ്ടിക്ക് തന്നെ 58 ലക്ഷം രൂപ 60 ലക്ഷം രൂപയൊക്കെ പറയുന്ന ടൈമായിരുന്നു. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് സെഡോൺ ഉണ്ടെങ്കിൽ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ, അങ്ങനെ. പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് അതിനെ കൊണ്ട് സാധിക്കത്തുമില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആദ്യം ഫീൽഡിലേക്ക്, ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ വരുന്നത് വേഗ ബോഡി ആയിട്ടാണ് വരുന്നത്. പക്ഷെ കുറഞ്ഞൊരു കാലയളവിൽ തന്നെ നമ്മുടെ വണ്ടി ദൈവം സഹായിച്ച് അത്യാവശ്യം നല്ല റീച്ചായി. അത്യാവശ്യം നല്ലപോലെ നമുക്ക് ഓട്ടവും കാര്യങ്ങളും വണ്ടി ഇറങ്ങി അതൊന്നും ആൾക്കാരെ അറിയിപ്പിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അത്യാവശ്യം നല്ലപോലെ തന്നെ വണ്ടി കയറി റീച്ചായി. അതുകൊണ്ട് തന്നെയാണ് 6 മാസം കൊണ്ടാണ് നമ്മൾ പുതിയ ചേസ് എടുത്ത് നമ്മൾ ബോഡി കെട്ടി ഇറക്കിയത്. അതായത് ആ വണ്ടി എടുത്ത് 6 മാസം കഴിഞ്ഞാണ് നമ്മൾ ബോഡി കെട്ടി ഇറക്കുന്നത്. നമുക്ക് എന്തോ ഒരു പൊട്ടൻഷ്യൽ ഓഡിയൻസിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. ഓക്കെ, അപ്പം ഇതെടുത്ത് കഴിഞ്ഞിട്ട് എന്താണ് ഇതിനകത്തുള്ള ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബോഡി സാധനം മാത്രമായിട്ടാണ് നമ്മുടെ കിട്ടുന്നത്. അല്ലാതെ വേറെ ഒരു സാധനം ഇതിൻ്റെ അകത്ത് ഇല്ല. ഒരു 49 സീറ്റ് ഉണ്ട്, ക്യാബിൻ അടിച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഗ്ലാസ് ബോഡി, ഇത്ര സാധനങ്ങളെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ളൂ. പിന്നെ ഒന്നേന്ന് നമ്മൾ വേണം ഇതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്താ പറയാ, അത് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങി എവിടെ തീരും എന്നുള്ളതില്ല. എന്നുവെച്ചാൽ ഇത് ഇപ്പോഴും നമ്മൾ വണ്ടി ലേറ്റ് ആയത് സബിന്റെ ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെയും കൂടെ കയറിയിട്ട് വന്നത് കൊണ്ടാണ് ലേറ്റ്. ഇതിന്റെ ഇങ്ങനെ അപ്ഡേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. പുതിയ ട്രെൻഡ് വരുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. പുതിയ സാധനങ്ങൾ നമ്മൾ തന്നെ കൊണ്ടുവരണം. അപ്പം അത് സാധനം ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. ഇപ്പൊ ഈ വണ്ടി ഇപ്പൊ നമ്മൾ ഇവിടം കൊണ്ട് പണി നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സീസണിൽ നമ്മുടെ വണ്ടി ചിലപ്പം ഓടണമെന്നില്ല. എന്നുവെച്ചാൽ ഇപ്പൊ ഓഡിയൻസിനാണെങ്കിലും ഇപ്പൊ നമ്മളെ വിളിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിലും എല്ലാവരും ബ്രോ വണ്ടിക്കകത്ത് വർക്കുണ്ടോ, വോക്കലുണ്ടോ, സൗണ്ട് ഉണ്ടോ, അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളാ ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് എത്ര എന്താ വോക്കൽ എത്രണ്ണം വെച്ചിട്ടുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ സബ് എത്രണ്ണം ഉണ്ട്, വേറെ വണ്ടിയായിട്ട് അടിക്കുവോ, കോമ്പറ്റീഷൻ അടിക്കുവോ, ഇതൊക്കെ ചോദിച്ചിട്ടാണ് നമുക്ക് എൻക്വയറി വരുന്നത് തന്നെ. അപ്പൊ പേഴ്സണലി നമ്മുടെ ഇതുവരെ നമ്മളൊരു വണ്ടിക്കായിട്ട് അടിക്കാനോ ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു പ്രസ്ഥാനത്തിന് നമ്മൾ അങ്ങനെ പോയിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് ഇപ്പം വീഡിയോസും അത് പിന്നെ ഈ ഒരു ഫീൽഡിൽ ഉള്ളതാണ്, എല്ലാ ഫീൽഡിലും ഉള്ളതാണ്. അപ്പൊ പിന്നെ അത് ആ ഒരു സൈഡിൽ കൂടെ അങ്ങനെ അങ്ങ് പോകുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മള് ആ ഒരു മെന്റാലിറ്റി അല്ല. അതുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ ഓക്കെ, അത് ചെയ്തെങ്കിൽ ഒക്കെ നമുക്കും ചെയ്യാവുന്നുള്ളൊരു ഇത് വരത്തില്ലേ. അതുകൊണ്ട് നമ്മളെ കീപ്പ് ഓൺ ഇവിടെ കൂടെ നിർത്തരുത്, ഇതിന്റെ ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കിന് നമ്മൾ ബോഡി കെട്ടി ഇറക്കിയേക്കുന്നത് പ്രകാശിന്റെ സെഡസ്ട്ര എന്ന് പറയുന്ന ഒരു ബോഡി ടൈപ്പ് ആണ് നമ്മളിപ്പോ ചെയ്ത് ഇറക്കിയേക്കുന്നത്. ഇതാണ് ഇപ്പൊ കറന്റ് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാ കോളേജ് പിള്ളേർക്കും എല്ലാവരും വണ്ടി സെഡസ്ട്ര ആണോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇപ്പൊ നമ്മൾ ആ ഫസ്റ്റ് വണ്ടി എടുത്ത സമയത്ത് സെഡോൺ ആയിരുന്നു. സെഡോൺ അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ, അതായത് അത്രയും ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോഡി ആയിരുന്നു സെഡോൺ. പക്ഷെ ഇപ്പൊ അത് കുറച്ചൊന്ന് ബാക്കിലേക്ക് ആക്കി ഇപ്പം സെഡസ്ട്ര ആണ് അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിലും. ഇപ്പം എല്ലാവരും വണ്ടികൾ ഇപ്പം ഒരു 10 വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വണ്ടിയൊക്കെ ഇപ്പം സെഡോൺ ഇറങ്ങുന്നുള്ളൂ. അതും വളരെ കുറച്ചായിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പം എല്ലാവരും സെഡസ്ട്രയിലേക്ക് കൺവേർട്ട് ആയി. പക്ഷേ എൻക്വയറീസും അതേപോലെയാണ്. സെഡസ്ട്ര ആണോ BS6 ആണോ ഇത് ചോദിച്ചിട്ടാണ് പിള്ളേരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുന്നത്. അതെ. അപ്പൊ ബോഡി ഇങ്ങനൊരു ടൈപ്പിലല്ല വരുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇപ്പം ലിപ്പ് പിന്നെ അങ്ങനെയുള്ള എക്സ്ട്രാ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ലുക്കിലേക്ക് വണ്ടി ആക്കി എടുത്തേക്കുന്നത്. നമുക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി വേണം എന്നുള്ളൊരു രീതിയിലാണ്. നമ്മുടെ പഴയ വണ്ടിയും ഹാഫ് വൈറ്റും
ബാക്കി ഹാഫ് ബ്ലാക്കും എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ നേരത്തെ പഴയ വണ്ടി അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ എല്ലാ വണ്ടിയും ബ്ലാക്ക് ആണ്. അപ്പം പഴയ വണ്ടികൾ തൊട്ട് എല്ലാ വണ്ടികളും ബ്ലാക്ക് ആണ്. അപ്പം ഇത് നമുക്ക് ഒരിക്കലും ബ്ലാക്ക് അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നിട്ട് നമ്മൾ പാതി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതെ, ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. നോർമലി എല്ലാവരും ചെയ്യുക ഫുൾ വൈറ്റ് ആക്കി തന്നെയാണ്. വളരെ കുറച്ച് വണ്ടികളെ ഉള്ളൂ ഇതേപോലെ ടോപ്പ്. പിന്നെ അത് അടിക്കാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇല വരെയുന്ന സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ അത് കുറച്ചും കൂടെ വിസിബിൾ ആവും ഈ ബ്ലാക്ക് ആവുമ്പോൾ. പിന്നെ നമുക്ക് ഈ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ അടിച്ച് പോളിഷ് ഒക്കെ അടിച്ച് വിടാറുണ്ട്. അപ്പം ഇത് ഇപ്പം ഇതിന്റെയൊക്കെ ഇത് എങ്ങനെയൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റിന്റെ ഭാഗത്തിലേക്ക് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. വണ്ടിക്കകത്ത് ഇതിന്റെ അകത്ത് പൈസ മുടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണക്കില്ലാതെ നമ്മൾ ഇതിനു വേണ്ടി, അത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ബോഡി കിട്ടി വരണമെങ്കിൽ ഒരു 20 ലക്ഷം to 25 ലക്ഷം രൂപ ബോഡി കിട്ടി വരാൻ വേണ്ടിയാവും. പിന്നെ ചേസിന് അറൌണ്ട് ഒരു 30 lakhs to 32 lakhs ആ ഒരു റേഞ്ച് ആണ്. അത് മാറിക്കൊണ്ടിരിക്കും. അതെ, ഇപ്പൊ കുറച്ച് നാളായിട്ട് ചേസ് ഇറങ്ങുന്നില്ലായിരുന്നു. ഇപ്പൊ പിന്നെയും ചേസ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പൊ ഒന്ന് പിന്നെ കുറച്ചുകൂടെ ഒന്ന് 6 മാസത്തേക്ക് എന്തോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം ചേസുകൾ പിന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പം ഇതിന്റെ അകത്ത് ഈ പൈസ മുടക്കുന്ന കാര്യം ഇതേപോലെയാണ്. ഇത് നമ്മളൊരു LED ചെയ്തിട്ടുണ്ട്. അത് യൂലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ കസ്റ്റം നെയിമും കാര്യങ്ങളൊക്കെ എഴുതി വരും. പിന്നെ അതേപോലെ തന്നെ നമ്മള് ഫോഗ് ലാമ്പ്, പിന്നെ ലിപ്പിന്റെ താഴെ ഒരു റബ്ബർ ലിപ്പ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് ഒരു ലോവർ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് വണ്ടി ഓടി വരുമ്പോ നിലത്ത് ഇങ്ങനെ ഓടി വരുന്ന ഒരു ഫീല് കിട്ടും. പക്ഷെ അത് ഡ്രൈവേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ ഇത് ഓരോ ഓട്ടം വരുമ്പോഴും പൊട്ടിപ്പോവും, എടുക്കുക. അപ്പൊ നമ്മൾ സ്പെയർ ഒരു 2 ലിപ്പൊക്കെ എടുത്ത് വെച്ചേക്കുക. ഓരോ ഓട്ടം കഴിയുമ്പോഴും അതെ, ഇത് ചില വളവൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ വിഷ്ണു ഒക്കെ വണ്ടി ഓടിക്കുന്ന അത്രയും, ഇപ്പൊ നമ്മുടെ വണ്ടി നോക്കിയാൽ അതെ അത്രയും പൊന്നു പോലെ അവൻ കൊണ്ടു നടക്കുന്നത്. അപ്പൊ വിഷ്ണു, നമ്മുടെ അശ്വിൻ, അങ്ങനെ കുറച്ച് പേരുണ്ട് നമ്മുടെ വണ്ടിക്ക് വേണ്ടി. ഇപ്പൊ ചേട്ടനുണ്ട്. അപ്പൊ ഇവരെല്ലാരും ആണ് വണ്ടിയുടെ സെക്ഷൻ. സത്യം പറഞ്ഞാൽ അതിന്റെ വണ്ടി ഇത്രയും ട്രെൻഡ് ആയതും ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഇത്രയും റീച്ച് ആയതും ഇപ്പോഴും ഇതേപോലെ തന്നെ വണ്ടി നല്ല രീതിക്ക് വൃത്തിക്ക് എപ്പോഴും കൊണ്ടു നടക്കുന്ന അവരാണ്. ചേട്ടന്, വിഷ്ണു, അങ്ങനെ അശ്വിന്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. ഇപ്പം ചെറുതെന്ന് വിളിക്കുന്ന. അപ്പം അവരെല്ലാം സ്വന്തം വണ്ടി പോലെ ഇത് കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സെക്ഷനിൽ എനിക്ക് വലിയ തലവേദന ഇല്ല. എല്ലാ കാര്യങ്ങളും അവര് തന്നെ നോക്കുന്നുണ്ട്. അപ്പൊ സ്വന്തം വണ്ടി പോലെ തന്നെ കാര്യങ്ങളെല്ലാം അവര് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ ഇത്രയാണ്. പിന്നെ നമ്മള് ടോപ്പ് ലൈറ്റ് അത് ജസ്റ്റ് ഡമ്മിയാണ്. ടോപ്പ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ഈ ഒരു ചെറിയ മൈനസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് എല്ലാ വണ്ടിക്കും ഇവിടെ ഒരു DRL വരും. ഒരു DRL ടൈപ്പ് വരുന്നുണ്ട്. സെഡസ്ട്ര മോഡൽ എല്ലാ വണ്ടികൾക്കും വരുന്നുണ്ട്. അത് നമ്മളൊന്ന് റിമൂവ് ചെയ്ത് ജസ്റ്റ് ചെറിയൊരു ലുക്ക് ഒന്ന് വേറൊരു വെറൈറ്റി ലുക്ക് ഒരു ടച്ച് കൊടുക്കാൻ വേണ്ടി. പിന്നെ അത് നമ്മൾ വേറൊരു പരിപാടിക്ക് വേണ്ടി കൊടുത്തേക്കുവാണ്. അത് കിട്ടാൻ കുറച്ച് ഡിലേ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളത് അങ്ങനെ തന്നെ കീപ്പ് ഓൺ ചെയ്ത് പോവാണ്. അപ്പൊ കുറച്ചുകൂടെ ഒരു അഗ്രസീവ് ലുക്ക് കിട്ടും വണ്ടിക്ക്. ഇപ്പം ലിപ്പും കൂടെ വരുമ്പോ ഇവിടുന്ന് ഒരു വൈറ്റ് പോർഷനും കൂടെ വരുമ്പോ കുറച്ചുകൂടെ കണ്ണ് ചെറുതായിട്ട് തോന്നും. ഇത് കണ്ണ് കുറച്ച് വലുതായിട്ട് തോന്നും. അപ്പൊ ചിലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പല കമന്റിലും വരുന്നുണ്ട് DRL എന്നൊക്കെ ചോദിച്ചു. അതുവരെ നോട്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ടും. അതും കൂടുതലും ഈ നമ്മുടെ വണ്ടി ഇഷ്ടമുള്ള കുറെ പിള്ളേർ ആൾക്കാരൊക്കെ ഇപ്പൊ തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് ഇപ്പൊ അവർ ഓട്ടം പോയിട്ട് വന്ന ഒരു ചെറിയൊരു പയ്യൻ ഫോട്ടോ ഒക്കെ വരച്ചു കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവരെവിടെ ഓട്ടം പോയാലും പിന്നെ കുറെ പിള്ളേർ നമുക്ക് മിനിയേച്ചർ ചെയ്യുന്നുണ്ട്, പിന്നെ പടം വരയ്ക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി ഇഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി. അത് കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം പിന്നെ അടുത്ത വണ്ടി എപ്പോഴാ വരുന്നത്, ATP എപ്പോഴാ വരുന്നത്. അപ്പൊ പേഴ്സണലി DMസിലൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ മെസ്സേജസ് വരാറുണ്ട്. പക്ഷെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം ഒരു വണ്ടി ഇറക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാർക്ക് ഒരു വണ്ടി, അടുത്ത വണ്ടി ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇറക്കുക എന്നുള്ളതൊക്കെ അത്യാവശ്യം ഇത്രയും ബഡ്ജറ്റ് ഹ്യൂജ് എമൗണ്ട് നമുക്കിതിന് എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പം ഇല്ല. അപ്പൊ ഇതിനു വേണ്ടി തന്നെ നമ്മുടെ സത്യം പറഞ്ഞ ഒരു മെയിൻ ബിസിനസ് ഇതല്ല. നമ്മളൊരു ആഗ്രഹത്തിന്റെ പുറത്തും പണ്ടത്തെ നമ്മുടെ ആ ഓരോ വാശി കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ അതെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമാണ്. അത് അത്യാവശ്യം നല്ലപോലെ പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഒരു 10-20 ബസ് ആക്കണം എന്നൊന്നും നമുക്കൊരു അങ്ങനെയൊന്നും ഇല്ല. അതെ, നടക്കുമെങ്കിൽ നടക്കട്ടെ. എന്തായാലും പ്ലാൻ ഉണ്ട്. ഇപ്പൊ 2026 ആണ് വരുന്നത്. 25
സത്യം പറഞ്ഞാൽ ഈ ബസ് ഇവിടെ കിടക്കേണ്ടതല്ല. അല്ല. 2024 ഡിസംബർ 31 ഇതേപോലെ ഞങ്ങൾ ആലപ്പുഴ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ലൈലാൻഡിന്റെ ഷോറൂമിൽ, അപ്പൊ ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ ഞാൻ ഡെമോണ്, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പൊ ഇപ്പൊ എപ്പോഴും പോകുമ്പോൾ നമുക്ക് എപ്പോഴാണ് ഒന്ന് ചെയ്സ് ഇറക്കാൻ പറ്റുന്നത്, അതിന്റെയൊക്കെ വീഡിയോ എന്റെ പ്രൊഫൈലിലുണ്ട്, നമുക്ക് എന്നാ ഇതേപോലെ ഒരു സാധനം ഇറക്കാൻ പറ്റുന്നതെന്നൊക്കെ നമ്മള്. അപ്പൊ അങ്ങനെ ആലപ്പുഴ പോയിട്ട് ന്യൂ ഇയർ ആഘോഷിച്ച് തിരിച്ചു വന്ന് ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ അപ്പം അശോക് ലൈലാൻഡ് എന്നൊക്കെ എഴുതി ലൈറ്റ് ഒക്കെ കത്തിച്ച് ഇങ്ങനെ കിടക്കുന്ന നമ്മളവിടെ കിടന്നിട്ട് ചുമ്മാ. അപ്പൊ എന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവരുത്ത് മൂപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 2025 നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒരു സാധനം ഇറക്കുമെന്ന് നമ്മള് ഉറപ്പാണ്. അത് ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ തന്നെ നമ്മള് അതിന്റെ ഒരു വീഡിയോ ചുമ്മാ ഞാൻ എടുത്ത് സ്റ്റോറി ഇടുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് കുറെ പേര് ഇപ്പൊ പുതിയ വണ്ടി ഒന്നും വരുന്നില്ലല്ലോ, ഇനിയിപ്പോ റീലും ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ പിന്നെ ഇനി എടുത്തില്ല നാണക്കേടാ, അങ്ങനെയുള്ള കുറെ നമ്മളെ കുത്തൂല്ലോ, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ അതിന്റെ ഇടയ്ക്ക് വന്നായിരുന്നു. അപ്പം എന്തായാലും ദൈവം സഹായിച്ച് നമുക്ക് 2025 തന്നെ സാധനം ഇറക്കാൻ പറ്റി. അതും ചെയ്സ് ഇറക്കി ബോഡി വേണത് നമുക്ക് ഇറക്കാൻ പറ്റി. അത് വലിയൊരു ഭാഗ്യമായിട്ട്. അതെ, ഇനിയിപ്പോ അടുത്ത വണ്ടി ചിലപ്പോ 26 വരും, ചിലപ്പം ഇതിലും വലിയ വലിയ കാര്യങ്ങൾ 26 സംഭവിക്കാം, നല്ലപോലെ വരുവാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. ദ മോസ്റ്റ് വാല്യുബിൾ സീറോ, എന്താണ് അതവിടെ കൊടുക്കാനുള്ളത്? അതവിടെ കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊന്നും ഇല്ലാത്തടത്തും തുടങ്ങിയതാ. അതായത് എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒന്നേന്ന് നമ്മൾ, അതായത് ഒന്നും ഇല്ല എന്നുള്ള, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ലാതെ ഞാൻ ഇവിടേക്ക് കയറി വരുന്നത്. എന്റെ ഡെമോൺ രോഹിത് എന്ന് പറഞ്ഞ, ഇപ്പൊ ഡെമോണായി എന്ന് പറയും, ഇപ്പൊ അവൻ സന്തോഷം, അവനും ഇപ്പൊ ഒരു ട്രാവലർ എടുത്തു. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാരും ഇങ്ങനെ ഗ്രോയിങ് സ്റ്റേജിലാണ്. അപ്പൊ ആ ഒരു ടൈമിൽ അവനൊക്കെ ഉള്ളായിരുന്നു എനിക്ക്. അപ്പോ എനിക്ക് ടിക്കറ്റ് വരെ എടുത്തു തരുന്ന അവനാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ കയറി വരുന്നത്. കയറി വന്ന് അന്ന് തൊട്ട് ഓടാൻ തുടങ്ങിയ ഓട്ടോ ആണ് നമ്മുടെ വിഷ്ണു യെല്ലോ ഗോസ്റ്റ്. അപ്പോൾ ആളുടെ ഒരു വലിയൊരു പങ്ക് ഇതിലുണ്ട്. എന്നുവെച്ചാൽ ഞാനിങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആളും എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആ ഒരു സ്റ്റേജിൽ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു സംഭവം ബസ്സിലേക്ക് വരുമ്പോൾ അത് എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട പേരാണ്. അപ്പം എല്ലാവർക്കും ഇപ്പൊ നമ്മളാ എടുത്ത സമയത്തൊക്കെ ട്രെൻഡിങ് എന്ന് പറഞ്ഞ ഇപ്പൊ മലയാളം പേരുകളാണ് അത്യാവശ്യം. ഒന്നെങ്കിൽ കുറെ എന്താ പറയാ ഒരു കൺട്രിയുടെ പേരുകൾ, അല്ലെങ്കിൽ ലണ്ടൻ, അല്ലെങ്കിൽ അങ്ങനെ നോർവേ, ഇല്ലെന്നുണ്ടെങ്കിൽ പാരീസ്, അങ്ങനെ അതൊരു ടൈമിൽ ഒരു ട്രെൻഡായിരുന്നു. പിന്നെ കുറെ മലയാളം പേരുകൾ, കൊമ്പൻ, ഒറ്റക്കൊമ്പൻ, അങ്ങനെയുള്ള കുറെ പേരുകൾ, കുറച്ച് ഗാംഭീര്യമുള്ള അങ്ങനെയുള്ള ഒരു പേരുകളിലേക്കൊക്കെയാണ് കോമൺ ആയിട്ടും പൊക്കോണ്ടിരുന്നത്. അപ്പോഴാണ് എനിക്ക് അതിനോട് എന്താ പറയാ, നമ്മുടെ എപ്പോഴും നമ്മുടെ എല്ലാ വണ്ടികൾ പണിയുമ്പോഴും നമ്മൾ ഇപ്പൊ എന്റെ ബൈക്ക് ആണെന്നുണ്ടെങ്കിലും കാർ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ ഒരു സ്വന്തം ഐഡന്റിറ്റി നമുക്ക് അതിൻ്റെ അത് വേണമെന്നുള്ള കാര്യം ഭയങ്കര നിർബന്ധമുള്ള കാര്യം. അപ്പൊ അങ്ങനെ തപ്പി ഞാനും ചേട്ടനും, ഹെൽസിയാണ് ഇതിന്റെ മെയിൻ പേരിന്റെ ഫോണ്ടിലും ഒക്കെ ബാക്ക് ഫുള്ള് പുള്ളിയാണ്. അപ്പൊ പുള്ളിയുടെ ക്രെഡിറ്റ് ആണ് ആ ഫോണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഈ ഫോണ്ട് ഏതാ. അതിന്റെ ഫുള്ള് ക്രെഡിറ്റ് നമ്മുടെ ഹെൽസിക്കാണ്. അപ്പൊ ഞങ്ങൾ രാത്രി 2 മണിക്ക് ഇരുന്നിട്ടാണ് ഈ പേര്, സത്യം പറഞ്ഞാൽ വേറൊരു പേരാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ ആ പേരിട്ട് നമ്മൾ വണ്ടി എഡിറ്റ് ചെയ്ത് നോക്കുമല്ലോ, അപ്പം വണ്ടിക്ക് അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു ലുക്ക് കിട്ടുന്നില്ല. നമുക്ക് മെയിൻ ലുക്കാണ്. അപ്പം അങ്ങനെ രണ്ടാമത് നമ്മൾ ആ പേര് സെറ്റ് ആവാത്തതുകൊണ്ട് നമ്മളൊരു പേര്, അപ്പൊ നമുക്ക് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേര് വേണമെന്ന് നിർബന്ധം ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ തപ്പിയിട്ട് ഒന്നും കിട്ടുന്നില്ല. 2 മണി 3 മണി 4 മണി ആവുന്നു, നമ്മൾ നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ ഫോൺ എടുത്തിട്ട് എന്റെ പ്രൊഫൈലിൽ ഞാൻ ഇന്നോവേറ്റീവ് ഫ്രം സീറോ എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ സീറോ ക്യാപിറ്റൽ ആയിട്ടില്ല, അത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇട്ടൊരു സംഭവം. അപ്പം ഞാൻ നോക്കുമ്പം സീറോ, അപ്പം ചുമ്മാ പറഞ്ഞപ്പം കൊള്ളാം. അപ്പം അങ്ങനെ എൽസിയോട് ചോദിച്ചു, എൽസി എങ്ങനെയുണ്ട്? എടാ കൊള്ളാം, കുഴപ്പമില്ല. അപ്പൊ ചേട്ടനെയും വിളിച്ചു. ചേട്ടനെ വിളിച്ചപ്പോ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെയാ? ചേട്ടാ കൊള്ളാം, അടിപൊളിയാ, നമുക്ക് ഇടാത്തൊരു, അതായത് അങ്ങനെ ഒരു ഈ ഒരു അതെ വന്നിട്ടില്ല. ഇപ്പൊ ഇന്നലെ ആണെന്നുണ്ടെങ്കിലും എനിക്കൊരു പയ്യൻ മെസ്സേജ് അയച്ചു, ബ്രോ ഞാൻ ആദ്യമായിട്ടാ വണ്ടി കാണുന്നത്. അപ്പൊ ഞാൻ ആദ്യം തോന്നി ഇതെന്തോ സീറോ എന്ന് പേരിട്ടേക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിലായി സൈഡില് ഞാൻ കണ്ടു ദ മോസ്റ്റ് വാല്യുബിൾ സീറോ എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു സ്റ്റോറി ഇതിന്റെ പുറയിലുണ്ട്. അങ്ങനെയാണ് ഞാൻ ബ്രോയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്നത്. അപ്പോഴാണ് ബ്രോയുടെ ഒരു ശരത്ത് ചേട്ടൻ, നമ്മുടെ കാസർഗോഡുള്ള സ്റ്റോറീസ് ബൈ ശരത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആള് നമ്മുടെ ഒരു സ്റ്റോറി ഒരു വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആള് ഇട്ടേക്കുന്ന വീഡിയോ, അപ്പോഴാണ് ആൾക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു സ്റ്റോറി ഉണ്ട് എന്നുള്ളത് ആൾക്ക്. അപ്പം മെയിൻ സംഭവം തന്നെ നമുക്ക് സീറോയിൽ തുടങ്ങിയോണ്ട് തന്നെ ആ ഒരു പേര് നമ്മൾ വണ്ടിക്കായിട്ട് ചൂസ് ചെയ്തതാണ്. അപ്പൊ ആ സീറോയിൽ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം ഇതായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു.
അപ്പൊ അതിനനുസരിച്ച് ഈ വണ്ടിക്കകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം വാല്യൂ ഉള്ള വണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത്? സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഗ്ലാസ് ഫുള്ള് നമ്മൾ ഫുള്ള് ബ്ലാക്ക് തീമാണ്. ഇപ്പൊ നമ്മുടെ ഇപ്പം കർട്ടൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ബ്ലാക്ക് ആണ്. പിന്നെ നമ്മൾ ബോഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വണ്ടി കഴുകിയിട്ടില്ല, ഇപ്പൊ ഓട്ടം കഴിഞ്ഞ് വന്നതേ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഒരിക്കലും ഇതേപോലെ കഴുകാതെ കാണത്തില്ല. ഉച്ച കഴിഞ്ഞ് പരിപാടി ഇനി ഉള്ളതുകൊണ്ട് ഇനി എറണാകുളം പോകണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ ഷൂട്ടും പരിപാടിയൊക്കെ ഒന്ന് തീർക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഒരിക്കലും ഇങ്ങനെ അവർ വരുമ്പോഴേ എത്ര ക്ഷീണമാണെന്നുണ്ടെങ്കിലും എത്ര കിലോമീറ്റർ ഓടി വന്നാലും വിഷ്ണുവൊക്കെ വണ്ടി കഴുകിയിട്ടേ വീട്ടിൽ പോകുള്ളൂ. അതേപോലാണ് വണ്ടി കൊണ്ടു കിടക്കുന്നത്. അപ്പം നമ്മൾ സൈഡിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബോഡി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീൽ കപ്പ് ഒക്കെ വരുന്നതാണ് പ്രകാശിന്ന്. അത് ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഹൈപ്പർ സിൽവർ നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ അകത്ത് ക്വാർട്ടർ പാനലെല്ലാം നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, റെഡ് ലൈറ്റ്. അത് രാത്രിയിലെ ഇതിന്റെ ലൈറ്റും പരിപാടികളൊക്കെ നമുക്ക് അറിയാം. ഇപ്പൊ ആള് സൈലന്റ് ആയിട്ട് കിടക്കുകയാണ്. അതെ. പിന്നെ നമ്മൾ എല്ലാ വണ്ടിക്കകത്തും ഇപ്പൊ കോമൺലി BS6 വണ്ടിക്കകത്ത് വരുന്നതെല്ലാം ഡോർ അകത്തേക്കാ. അപ്പൊ നമ്മള് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് വെളിയിലേക്ക് പണ്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബോഡി പണിത സമയത്ത് ഇത് അകത്തേക്ക് തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ എക്സ്ട്രാ കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് വെളിയിലേക്ക് തന്നെ ആക്കിയതാണ്. വണ്ടി വിഷ്ണുവിനൊക്കെ വണ്ടി അങ്ങനെ ഇടുമ്പം വെളിയിലോട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അതാണ് അതേ ഒരു ലുക്ക് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവര് അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് തന്നെ നമ്മള്. അതെ, അതെ, ഇതെല്ലാം ഇത് നമ്മുടെ ബാറ്ററിയും നമ്മുടെ ഇൻവെർട്ടേഴ്സും കാര്യങ്ങളെല്ലാം വെക്കാനുള്ള സ്പേസ് ആണ്. പിന്നെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇപ്പൊ ഡിക്കി സ്പേസ് ഒക്കെ വരുന്നുണ്ട്. സ്റ്റെപ്പിനീടെ വരുന്നുണ്ട്. ഇവിടെ ബൂട്ട് സ്പേസ് അല്ലാതെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സൈഡിലേക്ക് വരുന്ന കാര്യം. വീൽ സൈസ് വരുമ്പോൾ 22.5. പിന്നെ അണ്ടർ ബോഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റെഡ് നമ്മളൊരു ബ്ലാക്കും വൈറ്റും റെഡും തീമാണ് മൊത്തം ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ അണ്ടർ ബോഡി ലൈറ്റ് ഒക്കെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. സൈഡിൽ എല്ലാം നമ്മൾ ഓവറായിട്ടൊന്നും നോർമലി കാണുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ കുറച്ച് നമ്മുടെ ഫസ്റ്റ് വണ്ടി തന്നെ അങ്ങനെ നമ്മൾ അറിയപ്പെട്ടെ. അതായത് നമ്മൾ ഈ വലിച്ചു വാരിയുള്ള സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. മിനിമലായിട്ട് ഇപ്പൊ ഈ ഒരു സൈഡ് നോക്കിയാണെങ്കിൽ സീറോ എക്സ്പെക്ടേഷൻസ് മോസ്റ്റ് വാല്യുബിൾ സീറോ, വേറെ ഒന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വണ്ടി അത്രയും റീച്ച് ആയതും ക്ലീൻ സ്പെക്ക് എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ആ ഒരു ക്ലീൻ സ്പെക്ക് നമ്മൾ ഇതിലും മെയിൻറ്റെയിൻ ചെയ്തിട്ട്. അതെ അതെ അതെ. അതുകൊണ്ട് ഓവറായിട്ട് കുറെ സ്റ്റിക്കേഴ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇതാണ് ഇന്ന് കിട്ടിയതല്ലേ? അതെ അതെ, ഇത് ഒരു പയ്യൻ വരച്ചതാ, ഡി കമ്പനി. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ അതെ, അതും കൊച്ചു പയ്യന്മാരൊക്കെ അത്യാവശ്യം ഇതിനു വേണ്ടി അവർ എഫേർട്ട് ഇടുന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ അവന്റെ ഒരു വിലപ്പെട്ട ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ സന്തോഷമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 പയ്യന്മാർ ഒരു വീടിന്റെ വോളില് നമ്മുടെ വണ്ടിയുടെ ഒരു വീഡിയോ വരയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്കിതെന്ന് പറയുമ്പം ഞാൻ വീഡിയോ ചില സമയത്തൊക്കെ കുറച്ച് നാളത്തേക്കൊക്കെ പെട്ടെന്ന് ഞാൻ ഐഡിയലായിട്ട് പോകും. ഞാൻ ഇടത്തില്ല. ഇടാതിരിക്കുമ്പോഴത്തേക്ക് മെസ്സേജ് വരും, ബ്രോ എന്തൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്ക് സന്തോഷം. അത് 10 ദിവസം കണ്ടില്ലെങ്കിൽ പറയാൻ ഒരാളുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇതും ഒരു പടം വരയ്ക്കണമെങ്കിൽ അതിൽ കൂടുതൽ സമയം വേണം. അപ്പം അത് അവരെ എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ അവർ അതിനുവേണ്ടി ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചിലവരൊക്കെ ഇപ്പൊ ഇന്നലെ ഒരു പയ്യൻ നമ്മൾ കൊളാബ് ഇട്ടിട്ടുണ്ട്. അതായത് എക്സാക്ട് വണ്ടിയുടെ ഫോട്ടോ എങ്ങനെയാണോ ആ രീതിക്ക് അവൻ വരച്ചേക്കുക. അടിപൊളി. അപ്പൊ അതിനുവേണ്ടി അവർ അത്രയും ടൈമും എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. അതും പിന്നെ ഇതേപോലെ ഓട്ടം പോകുന്ന സമയത്തൊക്കെ വിഷ്ണുവിനൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പൊ അങ്ങനെയില്ലേ വണ്ടി കാണാൻ വേണ്ടി ഓരോ സൈഡിലൊക്കെ ഇപ്പം ചേട്ടാ ഇവിടെ ഉണ്ടോ, സ്റ്റോറി ഇടുമ്പോഴത്തേക്കും ചേട്ടാ ഇവിടെ വണ്ടി ഉണ്ടോ, അപ്പൊ വിഷ്ണുവിന്റെ നമ്പർ കൊടുക്കും. അങ്ങനെ വഴി വന്ന് വണ്ടി ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം എവിടെ പോയാലും നമ്മളെ അറിയാവുന്ന കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഭയങ്കര സന്തോഷം. അതെ. ഇൻസൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്യാബിൻ ഇപ്പൊ അത്യാവശ്യം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഇപ്പം ക്യാബിൻ ഫുള്ള് നമ്മൾ ലെതർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഡയമണ്ട് കട്ടില് അതും നമ്മൾ ഫുൾ ബ്ലാക്ക് ആണ്. എല്ലാം ഫുൾ ബ്ലാക്ക് തീമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അതെ ഫുൾ അത് ബാറ്റ്മാന്റെ ഒരു വലിയൊരു ഫാനാണ്. അതെ. അപ്പൊ നമ്മുടെ വണ്ടിക്കകത്തൊക്കെ ആണെങ്കിലും ബാറ്റ്മാൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇതിന്റെ അകത്തും നമ്മളത് കീപ്പ് ഓൺ ചെയ്തേ ഉള്ളൂ. അപ്പം ഇതിന്റെ അകത്ത് നമ്മൾ ഇതൊക്കെ സ്പീക്കേഴ്സും സബും ഒക്കെയാണ്. പിന്നെ വരുന്നത് ഈ പാനൽസ് എല്ലാം സിൽവർ ആണ് വരുന്നത്. മൊത്തം ഈ ഒരു സിൽവർ ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളിതൊരു റൂം പോലെ ഒരു വൈബില് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം ടച്ചില് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ, ഇത് മെയിൻ ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡ്രൈവേഴ്സിനാണെങ്കിലും നമ്മുടെ ഇപ്പൊ തന്നെ അകത്ത് അത്യാവശ്യം ചൂടുണ്ട്. അപ്പൊ ഇവര് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ എഞ്ചിന്റെ ഹീറ്റ് അടിച്ചിട്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു സംഭവം ചെയ്തുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും ഹീറ്റിന്റെ ഒരു കുറവ് നമുക്ക് ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ കാണാനൊരു
അപ്പീലിംഗ് ആണ്. പിന്നെ ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടുള്ള. അതെ. പിന്നെ വിഷ്ണുവും അവരുടെ നമ്മുടെ ടീമിന്റെ തന്നെ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പല വണ്ടിക്കകത്തും കണ്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കുപ്പികള്, ഓട്ടം പോയിട്ട് വരുമ്പോഴത്തേക്കിന് കുറെ സാധനങ്ങൾ, അത് ഇത്. അപ്പൊ വിഷ്ണു അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ വൃത്തിക്ക്, അതായത് ഇപ്പൊ കേറി വന്നു കഴിയുമ്പോഴും നമുക്ക് ആ ഒരു നമുക്ക് ഇപ്പൊ തന്നെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നമുക്കൊന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. അപ്പൊ ആ ഒരു കേറുക നമ്മൾ എടുക്കുക. അത് ഓട്ടം കഴിഞ്ഞ് വന്ന വണ്ടിയാണ്, വേറെ സാധനങ്ങളോ ഒന്നും ഇതിന്റെ അകത്തില്ല. അപ്പൊ അതേപോലെ ക്ലീൻ ആയിട്ടാണ് അവരും കൊണ്ടു കിടക്കുന്നത്. അതുകൊണ്ടാണ് സത്യം പറയാം എപ്പോഴും അവരെ ഞാൻ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അവര് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ അവന്മാര് അതേപോലെ നമുക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് അത്ര. അതെ. അപ്പം എവിടെ പോയാലും കാര്യങ്ങളും എല്ലാം നോക്കിക്കോളും. പിന്നെ നമ്മള് ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ സൗണ്ട് സിസ്റ്റം എല്ലാം ചെയ്തേക്കുന്നത് സ്പെക്ട്രയാണ്. അവരുടെ ഒരു ബാഡ്ജിങ് ആണ് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ ഇത് മ്യൂസിക് സിസ്റ്റത്തിന്റെ മിക്സറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഈ ഒരു സംഭവം അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇവിടാണ് വരുന്നത്. അപ്പം ഇതില് ലൈറ്റും കാര്യങ്ങളും ഇതൊക്കെ രാത്രി നൈറ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട്, നൈറ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇവിടെ നമ്മളൊരു ബാറ്റ്മാന്റെ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു ബാറ്റ്മാൻ ബേസിലുള്ള ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ഡ്രൈവേഴ്സ് കോക്പിറ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് കുറെ സ്വിച്ചുകൾ കാണാം. അതായത് നോർമലി ഉള്ള ടൂറിസ്റ്റ് ബസ്സുകളുടെ സ്വിച്ച് ഒക്കെ ഇല്ലെങ്കിൽ പണ്ടത്തെ ഒരു ട്രെൻഡ് ഇവിടെ ആയിരുന്നു. ഇവിടെ സ്വിച്ചസ് എല്ലാം ഇവിടെ ആയിരുന്നു. അതെല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അതും നമ്മൾ ഈ പ്രകാശിൽ ബോഡി പണിത സമയത്ത് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ട് ചെയ്തതാണ്. സ്വിച്ചസ് അത്യാവശ്യം വേണ്ട നമുക്ക് അത്യാവശ്യമുള്ള സ്വിച്ചസ് എല്ലാം നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പേസ് എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലെതർ ചെയ്തിട്ടുണ്ട്. അതും നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് അത് നമ്മുടെ ഒരു വേറെ 2 ചേട്ടന്മാരുണ്ട് കേട്ടോ. അവരാണിത് ചെയ്തു തന്നെ. അത്യാവശ്യം നമ്മൾ എങ്ങനെയാണോ പറഞ്ഞ ആ രീതിക്ക് തന്നെ അവര് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഈ അൽക്കന്താര ഇത് നമ്മൾ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ ഇതും ഒരു ലെതർ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി എന്തെങ്കിലും വേണമല്ലോ, ഷോപ്പിൽ നിന്ന് അൽക്കന്താര എടുത്തിട്ട് അൽക്കന്താര നോർമലി ഇവിടെ എല്ലാവരും ചെയ്യുന്ന ഒന്നേ ഫോർജഡ് കാർബൺ, ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെയ്യത്തിൻ്റെത്, ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്ലാഗിന്റെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒരു ക്ലാസിക് ലുക്കിന് വേണ്ടിയിട്ട് അൽക്കന്താരയുടെ ഒരു റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ക്ലാസിക് ലുക്ക് കിടന്നോളും. ഫുള്ള് ലൈറ്റ്സിന്റെ സ്വിച്ചസ് ആണല്ലേ മൊത്തം. ലൈറ്റ് ഇപ്പം ഇന്റീരിയറിൽ അകത്തേക്ക് വേണ്ട ഫാന്, ലൈറ്റ്, പിന്നെ ബാറ്ററിയുടെ സ്വിച്ചസ്, പിന്നെ അങ്ങനെയുള്ള എൻജിൻ ഇതിൻ്റെത്, പിന്നെ നമ്മുടെ BS6ന്റെ കുറച്ച് സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൽ. ഡോറിന്റെ ഓപ്പണും ക്ലോസും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പം ഇൻസൈഡിലേക്ക് വരുമ്പം ഞാൻ കുറെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്യിപ്പിച്ചു. കാരണം ഡിസ്റ്റർബൻസ് ആയി പോയിരിക്കും നമ്മുടെ വീഡിയോസിനകത്ത് വരുമ്പോഴും. എന്താണ് അറ്റ് പ്രസന്റ് ഇന്റീരിയറിൽ ചെയ്തിരിക്കുന്നത് എനിക്ക് കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിനെന്താണ് പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോ നിലവില് നമ്മള് സത്യം പറയാം ഇന്ത്യയില് വർക്ക് ഇനിയും പെൻഡിങ് ആണ്. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് വണ്ടി വന്നു കഴിഞ്ഞ് കുറച്ച് നാള് സൗണ്ടിന്റെയും ലൈറ്റിന്റെ വർക്കുകൾക്ക് കുറച്ച് ദിവസം മാത്രമേ കിടന്നിട്ടുള്ളൂ. ഓൾറെഡി ബുക്കിങ്ങും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ വണ്ടി അടുത്ത വർക്കിന് വേണ്ടി ഇടാനുള്ളൊരു സമയം നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് ഫുൾ ഓഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. ഈ വണ്ടിയുടെ ഗ്യാപ്പിന് ഓരോ ദിവസം കിട്ടുന്നതിനനുസരിച്ചൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയി സൗണ്ടിന്റെ കാര്യങ്ങളാണെങ്കിലും സൗണ്ട് കൊണ്ട് ചെയ്യിപ്പിച്ചത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഗ്യാപ്പ് കിട്ടുന്ന ടൈമിലാണ് ഓരോന്ന് ചെയ്യുന്നത്. ഇനിയിപ്പോ നമുക്ക് നിലവിൽ നമ്മളിപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞ പിക്സൽ ലൈറ്റ് ആണ്. അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡോട്ട് ലൈസറും വരുന്നുണ്ട്. അപ്പം ഡോട്ട് ലൈസർ വരുന്നുണ്ട്, പിക്സൽ ലൈറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇത് ഫുള്ള് ഇവിടം, അതായത് നമ്മുടെ ബെർത്ത് ഫുള്ള് കവർ ചെയ്യും. ഈ ഒരു ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ നമുക്ക് ബെർത്തിലേക്കും വരും, ഈ സീലിംഗിലും വരും. സീലിംഗിലും പിന്നെ നമുക്ക് ഇപ്പൊ നമ്മുടെ നോർമലി ഈ ഫ്ലോറില് ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഇനി അടുത്ത അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം സൗണ്ടിന്റെ രീതിക്ക് മാന്യമായിട്ട് നമ്മൾ അത്യാവശ്യം സാധനം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത നമ്മുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ അപ്പൊ അപ്ഡേറ്റ്സ് വരുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇനി അടുത്ത അപ്ഡേറ്റ്സ് മെയിൻ ആയിട്ട് ഈ ലൈറ്റ് വർക്ക് ആണ് അടുത്ത. ഇനിയിപ്പോ അടുത്ത സീസൺ ഫ്ലോറിലൊക്കെ ചെയ്യുന്നുണ്ട്. അതെ അത്യാവശ്യം ഇപ്പൊ പുതിയ ട്രെൻഡ് പിക്സലാണ്. പിന്നെ നമ്മുടെ LED വോൾ ഇല്ലേ, ആ ഒരു സെയിം സാധനം ഇപ്പൊ ട്രെൻഡ് പിക്സൽ കഴിഞ്ഞു. ഇപ്പൊ അടുത്ത LED വോൾ ആണ് വരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ഇതില് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇതിനു വേണ്ടി തന്നെ കുറെ പേരുണ്ട്.
ഉണ്ട് ഇങ്ങനെ പുതിയ ട്രെൻഡ് കൊണ്ടുവരാൻ. എനിക്ക് തോന്നുന്നു ഞാൻ തായ്ലൻഡിൽ പോയപ്പോഴത്തേക്ക് നമ്മളിപ്പം അകത്തേക്ക് ചെയ്തേക്കുന്ന സ്പീക്കേഴ്സ് ഇല്ലേ, അത് കുറച്ചുകൂടെ പുറത്ത് എല്ലാം പുറത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ ഒരു ട്രെൻഡാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇപ്പൊ വെളിയിലും മോളിലും. എന്റെ കയ്യിൽ 2021 ഞാൻ പോയത്. അപ്പൊ ഞാൻ തായ്ലൻഡിൽ പോയപ്പോഴത്തേക്ക് ഒരു ബസ് തന്നെയാ, ബസിന്റെ ഫ്രണ്ട് മൊത്തം ഇങ്ങനെ സ്പീക്കർ നേരെ മണ്ടയ്ക്ക് വലിയ ബാർ സ്പീക്കർ വെച്ചേക്കുന്നത്. മിക്കവാറും ആ ഒരു സ്ഥിതിയിലേക്ക് ഇനിയിപ്പോ നമ്മുടെ കേരളത്തിലെ ഒരു സംഭവം വരുമെന്നാണ് തോന്നുന്നത്. അതേപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ വണ്ടി യുണീക്ക് ആക്കാനും ഓരോരോ പരിപാടികൾ ഇങ്ങനെ. ഒരു ഏജ് കാറ്റഗറി ഒന്നുമില്ല. എല്ലാരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മളിപ്പം ഇപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോ സൗണ്ട് വല്ലതും വെച്ച് ആൾക്കാർ വന്നതാണോ എന്താ. ഞാൻ കാരണം ഇത്രയും ഒച്ചത്തിൽ സൗണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്ന് നോക്കിയായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴും മനസ്സിലായില്ല അവര് ബസ് ബുക്ക് ചെയ്യാൻ വന്നതാ. അവര് ശരിക്കും അമ്പലത്തിൽ തീർത്ഥാടന യാത്രയ്ക്ക് പോകുന്നതാ. അവര് വരെ അവര് വരെ നോക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ലൈറ്റ് അകത്ത് കയറി ലൈറ്റ് ഒക്കെ ഉണ്ടോ, സൗണ്ട് ഒക്കെ ഉണ്ടോ, എന്നൊക്കെ ഉണ്ട്, എന്തേരം ലൈറ്റ് ഉണ്ട്, ഇതൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പൊ എല്ലാവരും അങ്കിൾമാരാ പോയത്. എന്റെ അച്ഛന്റെ പ്രായവും ആളുകളാണ് വന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഏജ് കാറ്റഗറി ഒന്നുമില്ല. ഞാൻ പെട്ടെന്ന് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നവർ മനസ്സിലാക്കണം. ഞാൻ വിചാരിച്ചു കുട്ടികളും നമ്മുടെ പ്രായമുള്ളവരും ഒരു 30 ഇയേഴ്സിന് താഴോട്ടുള്ളവരായിരിക്കും ഇതിനകത്ത് കൂടുതലെന്ന്. ഇപ്പൊ വന്നപ്പോഴല്ലേ മനസ്സിലായി ഇപ്പൊ വലിയ ആളുകൾക്ക് താല്പര്യമാണെന്ന്. അപ്പം ഇന്ത്യയിലെ കുറെ പരിപാടികൾ ഇനി നമുക്കിപ്പോ നിലവിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത സീസണിലേക്ക് നമ്മൾ ഇന്ത്യയിൽ ഫുൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഇറക്കും. അപ്പോ ഇത് ഡോട്ട് ലൈസർ, നമ്മൾ ഇവിടുന്ന് ഒരു ഡോട്ട് ലൈസർ കൊടുത്തിട്ടുണ്ട്. സ്മോക്ക് ഇടുമ്പോഴത്തേന് ഇത് ഫുള്ള് ഡോട്ട് ലൈസറും കാര്യം. നമ്മൾ പബ്ബിൽ ചെറിയൊരു മിനി പബ്ബ് സെറ്റപ്പ് ആണ് ഇപ്പൊ എല്ലാരും ഒരു ബസ്. അതായത് അവരെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നതല്ലേ. ആൾക്കാര് ലൈഫിൽ ഇത്രയും ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം ആകുമ്പോഴത്തേക്കിന് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യാനോ ഫാമിലി ആയിട്ടോ അല്ലെ സ്കൂളായിട്ടോ അങ്ങനെ പോകുമ്പോ ഇവരെല്ലാരും ഒരു മിനി പബ്ബ് സെറ്റപ്പിലാണ് ഇപ്പൊ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ആ ഒരു ജേർണിയും കൂടെ അവർക്ക് മെമ്മറബിൾ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മളും ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചപ്പോഴായാലും ഒക്കെ പാട്ട് വേണം, ലൈറ്റ് വേണം, ഒക്കെ സബ്ബായിരുന്നു. അല്ല എനിക്കൊന്നും അന്ന് ലൈറ്റ് ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് ഒന്ന് മറ്റേ സംഭവത്തിന് വേണ്ടി അത്രയൊക്കെ നമ്മൾ നോക്കത്തുള്ളൂ. പക്ഷെ ഇപ്പൊ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് താഴേക്കും മുകളിലേക്കും എല്ലാം വരാൻ. ഇതെല്ലാം നമ്മുടെ ടീം എല്ലാരും ഇരുന്ന് ഇപ്പൊ നമ്മുടെ യുകെയില് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ചേസ് ഇറക്കാൻ വേണ്ടി തന്നെ അവന്മാര് സർപ്രൈസ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അവന്മാരൊക്കെ തന്നെയാണ് ഇതിന്റെ ബാക്കിൽ. ഇവരെല്ലാരും കൂടെ ഇരുന്ന് സംസാരിക്കുക, ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു ടീമായിട്ടാണ്, അല്ലാതെ എന്റെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു സംഭവം കാര്യങ്ങൾ. എന്താണ് ഈ ഡി പൈലറ്റ്? പൈലറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ പറഞ്ഞല്ലോ കുറെ സ്റ്റോറികളുണ്ട്. പിന്നെ ഈ ഡി നമ്മൾ ഡി എനിക്ക് അത്യാവശ്യം, അതായത് ഞാൻ ഡ്യൂക്കിൽ നിന്നാണ് ഞാൻ ഇത്രയും ആൾക്കാർ അറിഞ്ഞു വരുന്നത്, എന്റെ വർക്ക് ആൾക്കാർ അറിഞ്ഞു വരുന്നതും എല്ലാ കാര്യങ്ങളും അതെ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത്. എപ്പോഴും നമ്മുടെ ഷോപ്പിൽ ഫ്രണ്ടില് ഞാൻ അത് കളയാതെ വെച്ചിട്ടുണ്ട്. നമ്മുടെ റിസപ്ഷൻ ഏരിയയിൽ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം എന്റെ തുടക്കം അതിൽ നിന്നാണ്. അപ്പൊ അതിൽ നിന്നാണ് എന്നെ ഞാൻ വർക്കിലേക്ക് വരുന്നത്, ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതും. അപ്പം ആ ഒരു സംഭവം ഞാൻ ആദ്യം ഒരു ഡി എന്നുള്ളൊരു ഡ്യൂക്കിന്റെ ഒരു ഡി. എനിക്കും ആ ഡ്യൂക്ക് വെച്ചിട്ട് തന്നെ. കാരണം ഞാൻ ഈ ഭയങ്കര KTM ഭ്രാന്താണ്. അപ്പൊ എനിക്ക് അത്യാവശ്യം ഒരു കുറച്ച് 2-3 വണ്ടി ഉണ്ട്. അതെല്ലാം KTM തന്നെ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും എന്താണ് ഇത്രയും KTM ആണ് ഭ്രാന്ത്. ആ സമയത്ത് എനിക്ക് അത്രയും ഭ്രാന്ത് തോന്നിച്ചൊരു വണ്ടി വേറെ ഒന്നും ഇല്ല. എന്നൊക്കെ പറഞ്ഞ ഈ പേര് നമ്മൾ അറിയാലോ, ഓരോരുത്തർക്കും ഓരോരോ പേര്. അപ്പൊ ആ പേരിടാൻ വേണ്ടിയുള്ള ഇതിൽ നമ്മൾ അങ്ങനെ അങ്ങ് ഇട്ടാ. പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ആ ഡിയോട് ഭയങ്കര ഒരു ഇമോഷൻ വന്നു തുടങ്ങി. അങ്ങനെ നമ്മള് കാറ് സിറ്റിയുടെ പേര് Z എന്നായിരുന്നു. പിന്നെ തുടങ്ങുന്ന സംഭവം ഇപ്പൊ XD ആണെങ്കിലും XDക്കകത്തൊരു ഡി ഉണ്ട്. അപ്പൊ എല്ലാത്തിനും ഡി ക്രാഫ്റ്റ്, അങ്ങനെ ഓരോ സാധനത്തിനും ഡി ഉണ്ടായിരിക്കും. പറഞ്ഞു വരുമ്പോ ഡി കമ്പനി എന്ന് പറയുമ്പോ തന്നെ ഒരു പ്രൗഢി. അതെ അതെ. അപ്പൊ ഞാൻ ഡി കമ്പനി എന്ന് ഉദ്ദേശിച്ച് ഇപ്പം കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് ഡി കമ്പനി. അപ്പം എനിക്ക് ഫ്യൂച്ചറിലേക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം, കുറെ ബിസിനസ്സുകൾ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള. ഒരു ബിസിനസ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ കുറച്ചേറെ ബിസിനസ്സുകൾ ഇങ്ങനെ ചെയ്യണം. അപ്പൊ അതെല്ലാം ഡി കമ്പനിയുടെ അണ്ടറിൽ വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് എനിക്ക്. ഇപ്പൊ ബസ് ഇപ്പൊ സീറോ എന്ന് പറയുന്നത് അണ്ടർ ഡി കമ്പനിയാണ്. അതാണ് അണ്ടർ ഡി കൺട്രോൾ നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അപ്പം ആ ഡിക്കുള്ളിലെല്ലാം ഉണ്ട്. അറ്റ്മോസ്ഫിയർ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷമുണ്ട്. അതെ അതെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബാറ്റ്മാന്റെ ആ തീം തന്നെ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. സബിന്റെ കവേഴ്സ് എല്ലാം ബാറ്റ്മാന്റെ തീമിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കില് സീറോയ്സ് എന്നുള്ള ഒരു നെയിം ബോർഡ്. അത് ഇതൊക്കെ ഒരു രാത്രിയിലെ ഇതിന്റെ ഒരു എഫക്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പൊ ഈ രാവിലെ ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. പിന്നെ ഫുൾ ആയിട്ടൊരു ബ്ലാക്ക് തീമിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ സീറ്റ് കവേഴ്സ് എല്ലാം നമ്മൾ സീറോ എക്സ്പെഡിഷൻ എന്നുള്ള രീതിയിൽ ബ്ലാക്കിൽ തന്നെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. കർട്ടൻസ് ആണെങ്കിലും ബ്ലാക്ക് നമ്മൾ ചെയ്യിപ്പിച്ചാണ്.
ഇനിയിപ്പോ ഫ്ലോർ എല്ലാം ഇപ്പൊ അവന്മാര് തൂത്തുടച്ചിട്ടേക്കാണ്. അപ്പൊ ഇനി മാറ്റൊക്കെ ഉണ്ട് ഓൾറെഡി. അപ്പൊ എല്ലാം ക്ലീനിങ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നിലവിൽ അകത്തുള്ളത്. അപ്പം ഇനിയും മോർ എക്സ്പെക്ടേഷൻസ് ഇല്ലെങ്കിൽ കുറെ സാധനങ്ങൾ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോയിൽ എന്തായാലും ഉറപ്പായിട്ട് ത്രൂട്ട് വരാം. നമുക്കപ്പോൾ ഇന്റീരിയറിൽ നിന്ന് അത്രയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇതിന്റെ കോസ്റ്റ് ഞാൻ ചോദിക്കുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പല പൈസയാണ്. എനിക്ക് ഇതിന്റെ പേരുകൾ തന്നെ പഠിച്ചെടുക്കാൻ സമയം വരും. നമുക്ക് സെറ്റ് ആകും. കാരണം ഇനി ഞാൻ 2-3 വീഡിയോ കൊണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡു മെൻഷൻ ഇറ്റ് ഡൗൺ ഇൻ ദ കമന്റ് സെക്ഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും കൂടെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ചോദിക്കാൻ വേണ്ടി. പിന്നെ ഇതിന്റെ അടി ഉറപ്പായിട്ടും വരും. ഇപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന വേറെ കുറെ വണ്ടികളുണ്ട്. അതിന്റെ ഒക്കെ വീഡിയോസ് ഇനിയിപ്പോ ബ്രോഡ് ഒരു സെക്ഷൻ ഇനി ഇതിനു വേണ്ടി തന്നെ മാറ്റി വെക്കേണ്ടി വരും. ഞാൻ മാറ്റി വെക്കാൻ തയ്യാറാണ്. നിങ്ങൾ കമന്റ് ഡൗൺ അത്രയും ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം ബ്രോ കൊമ്പന്റെ വീഡിയോ ഇല്ല ലണ്ടന്റെ വീഡിയോ ഇല്ല വണ്ണസിന്റെ വീഡിയോ, അങ്ങനെ ഇനി അടുത്ത കമന്റ് സെക്ഷനിൽ അതൊക്കെ ആയിരിക്കും വരിക, കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ചർച്ച ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കേണ്ട ചോദ്യങ്ങളോട് നിങ്ങൾ ചർച്ച ചെയ്തേക്കാം. അപ്പൊ എനിക്ക് നമുക്ക് കൺഫ്യൂഷൻ. ഇപ്പൊ എനിക്ക് എന്ത് പറയണം എന്ന് അറിയത്തില്ല, ഇപ്പൊ ബ്രോയ്ക്ക് എന്ത് ചോദിക്കണം എന്ന് അറിയത്തില്ല. അത് നമുക്ക് ഇങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഞാനിപ്പോ പെട്ടെന്ന് ഒരാളോട് ഇപ്പൊ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ബസ്സിനടുത്ത് എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് ഞാൻ കുഴഞ്ഞു പോകും. എനിക്ക് ബ്രോയോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. നേരത്തോട്ടുള്ള പരിചയവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് പോലെ സാധനം പോകുന്നു. അപ്പൊ ഓക്കെ, നമുക്ക് ഇനി പ്രവേശത്തിന് എന്തെങ്കിലും സാധനം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മൾ കണ്ടിട്ട് നമുക്ക് വൈൻഡ് ഓഫ് ചെയ്യാം ഗൈസ്. അപ്പം ബാക്ക് സൈഡിലേക്ക് വരുമ്പം മെയിൻ ഡി കമ്പനി ഉണ്ട്. പിന്നെ വേറെ ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല, ക്ലീൻ സ്പെക് ആക്കി തന്നെ ഇട്ടേക്കാം. പിന്നെ നമ്മൾ ഈ ടെയിൽ ലാമ്പ് നമ്മൾ മാറിയിട്ടുണ്ട്, നെക്സ്റ്റ് ടൈപ്പ് നമ്മൾ ടെയിൽ ലാമ്പ് വെച്ചിട്ടുണ്ട്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ബാക്കിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് വരുന്നത് സെഡസ്ട്രേയുടെ തന്നെ ഒറിജിനൽ ബാക്ക് ആണ് വരുന്നത്. ചിലവര് ഫ്രണ്ട് സെഡസ്ട്രേ ആക്കിയിട്ട് ബാക്ക് സെഡോന്റെ ബാക്ക് വെക്കുന്നവരുണ്ട്. നമ്മൾ പിന്നെ ആ ഒരു സെഡസ്ട്ര ഫുൾ സെഡസ്ട്ര എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ നമ്മൾ ചെയ്തിറക്കിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെയാ. ബാക്കി പിന്നെ ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ കൈപ്പണികൾ, നമ്മള് കാറൊക്കെ സ്മോക്ക് ചെയ്യുന്ന പോലെ അതൊക്കെ അങ്ങനെ നൈസായിട്ടൊന്ന് മൈൽഡ് ആയിട്ടൊരു ഡാർക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് വണ്ടി ഇങ്ങനെ ആവും, നമ്മുടെ ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമില്ല, വണ്ടി നമ്മള് മനസ്സിലാക്കണം കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരിയാൻ സമയമില്ലാത്തൊരു ദിവസം. അപ്പൊ നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് പോവാം. നടക്കുമ്പോൾ നമ്മൾ ഈ MED ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. അത് ഓരോ സീസൺ അനുസരിച്ചാ. അതായത് ഒരു സീസണിന്റെ ഇപ്പം അവര് സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടി കുറെ വിട്ടുവീഴ്ചകൾ ചെയ്ത് തരുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഇപ്പം എന്താ പറയാ, ഇപ്പൊ ചില ആൾക്കാരോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളോ ഇല്ലെങ്കിൽ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലോ ചിലപ്പോൾ പാട്ടോ കാര്യങ്ങളൊക്കെ ഇട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയി കുറച്ചൊന്ന് ടൈറ്റ് ആകുമ്പോൾ ഇവര് പിന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്ക് ഒന്നും മുറുക്കും. അപ്പം അത് അവർക്കും മുറുക്കേ പറ്റുമല്ലോ വെച്ചാൽ അവർക്കും പ്രഷറും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവര് ഓട്ടം വരുമ്പോഴേ ചോദിക്കുന്ന ലൈറ്റ് ഉണ്ടോ സൗണ്ട് ഉണ്ടോ, നമുക്കത് ചെയ്യാതെ ഓട്ടം കിട്ടത്തുമില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വഴിയിലോട്ട് ഇറക്കാനും പറ്റുന്നില്ല. അപ്പം ഇറക്കി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ വരുന്നത് നോക്കി കണ്ടും അങ്ങനെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ നമുക്ക് പറ്റുള്ളൂ. അപ്പം അതൊക്കെയാണ് നമ്മുടെ സാറുമാരുടെ സൈഡിൽ നിന്നുള്ള പരിപാടികൾ. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറുതായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളും പരിപാടികളൊക്കെ വരും. അതല്ല ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതൊന്നും മാത്രം നോക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു പ്രസ്ഥാനത്തില് വേറെ എന്തെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് വഴി കൂടെ ഓടേണ്ട വണ്ടികളല്ലേ. മറ്റേ നമ്മൾ ഈ കാറൊക്കെ പണിയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പാഷന്റെ പുറകില് ഇപ്പൊ നമ്മളെടുത്ത് വീട്ടിലെടുത്ത് ഇടുക, നമ്മുടെ സ്വന്തം റോഡ് പർപ്പസോ കാര്യങ്ങളോ നമ്മുടെ 4 പേർ വീട്ടിലുള്ള 5 പേരൊക്കെ പോകാൻ വേണ്ടി മാത്രം. പക്ഷെ അങ്ങനെയല്ല, ഇത് റോഡിൽ ഇറക്കിയേ പറ്റൂ. ഇത് ഓടിയിട്ട് വേണം നമ്മുടെ സ്റ്റാഫിനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ജീവിക്കാൻ. ചിലപ്പോ അവർക്ക് വരെ പണി കിട്ടുന്ന ഓരോരോ സിറ്റുവേഷൻസ് ഒക്കെ വരും. ഇപ്പൊ ചിലവരുടെയൊക്കെ ലൈസൻസ് കട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരും. പക്ഷെ അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും സാഹചര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു സംഭവം വരുന്നത്. ബ്രോയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ ഒരു ഇതിനകത്ത് കാണുന്നത്. അപ്പം താങ്ക് യു വന്നു നിന്ന് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് എനിക്കൊരു ഈ ഒരു ഫീൽഡിലേക്ക് ഓപ്പണിംഗ് ആക്കി തന്നതിന് ഭയങ്കര എനിക്ക് സന്തോഷമുണ്ട്. ഇനിയിപ്പം അടുത്ത വീഡിയോ എടുക്കാൻ വരുമ്പോ നമ്മുടെ അടുത്തൊരു മെമ്പറും കൂടെ വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ വീഡിയോ എടുക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോ എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്. ഇനി വീഡിയോ നോക്കുമ്പോൾ അടുത്തടുത്ത ബസ്സുകളുടെ വീഡിയോ ഒക്കെ ആയിട്ട് പ്രജു മെമ്പറോ കാണണം. അപ്പൊ ഇതിൽ നിന്നൊരു വളർച്ച ഉണ്ടാവും. അടുത്ത വട്ടം നമ്മുടെ വണ്ടി എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ മറ്റേ തത്ത പറയുന്ന പോലെ എല്ലാ സാധനവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ
തുടക്കത്തിൽ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന അതേ സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ് എനിക്ക് ഇന്ന് ഞാൻ പിന്നെ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഒരു സെഗ്മെന്റ് കഴിയുമ്പോൾ ഞാൻ ഇനി പഠിക്കാൻ ഇനിയിപ്പോ രാവിലെ തന്നെ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ബ്രോ എന്തൊക്കെയാ ചോദിക്കുന്നതെന്നൊക്കെ എന്നോടും കൂടെ ഒന്ന് പറയാണ്, എനിക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. എന്റെ അടുത്ത് വന്നിട്ട് പറയാം ബ്രോ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ ഞാനും പ്രിപ്പയർഡ് അല്ല, ബ്രോയും പ്രിപ്പയർഡ് അല്ല. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പോവാണ്. അടുത്ത വീഡിയോസ് തൊട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിട്ട് സെറ്റ് ചെയ്ത് കാണുന്നവരൊന്ന് ശ്രദ്ധിക്കണം. ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എങ്ങനെ പെർഫോം ചെയ്തു ഞാനും എനിക്ക് വലിയ പരിചയമുള്ള കാര്യമല്ല. അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു. ശരി, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ ബൈ.